ഭൂതകാലം പ്രമേഹം എന്നീ മൂവീസ് വഴി ഹൊറർ ജോണറിൽ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി എടുത്തിട്ടുള്ള സംവിധായകനാണ് രാഹുൽ സദാശിവൻ എന്നുള്ളത്. ആളുടെ മൂന്നാമത്തെ മൂവി വിത്ത് പ്രണവ് മോഹൻലാൽ ആസ് എ ലീഡ് അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അത്യാവശ്യം ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നീട് അവർ പക്ഷേ പുറത്ത് വിട്ടിട്ടുള്ള ഐറ്റംസ്, പ്രൊമോ മെറ്റീരിയൽസ്, പോസ്റ്റേഴ്സ്, ട്രെയിലേഴ്സ് എല്ലാം വളരെയധികം പ്രോമിസിംഗ് ആയിരുന്നു. സോ ഐ ഡിസൈഡഡ് ടു ഗിവ് ഇറ്റ് എ ഗോ ഇൻ ദ ഫസ്റ്റ് ഡേ ഇറ്റ് സെൽഫ്. പക്ഷേ ലക്കിലി ഐ ഹാഡ് എ ചാൻസ് ടു വാച്ച് ഇറ്റ് ദ ഡേ ബിഫോർ ദാറ്റ്. സ്പെഷ്യൽ പ്രീമിയറിൽ കാണാനുള്ളൊരു ചാൻസ് ഉണ്ടായി. So let's just review DS Irae. ബേസിക്കലി 3 കാര്യങ്ങളാണ് ഞാൻ ഒരു ഹൊറർ ഫിലിമിൽ നോക്കാറ്. ഒന്ന്, എത്രത്തോളം സ്കെയറിയാണ് ആ മൂവി, ബി ദ ജംപ് സ്കെയർസ് ഓർ നമ്മൾ അത്യാവശ്യം പേടിപ്പിക്കുന്ന രീതിയിൽ ആ ഒരു കണ്ടന്റ് വഴി നമ്മൾ എത്രത്തോളം പേടിപ്പിക്കാൻ അവർക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഫാക്ടർ. രണ്ടാമത്തെ ഫാക്ടർ പ്ലോട്ടാണ്. അതായത് നമുക്ക് എത്രത്തോളം ഒരു ഇമോഷണൽ കണക്റ്റ് ആ പ്ലോട്ടിനോട് തോന്നുന്നു എന്നുള്ളതാണ് സെക്കൻഡ് വരുന്നത്. മൂന്നാമത് ട്വിസ്റ്റുകളാണ്. അതായത് ഒരു പ്രെഡിക്റ്റബിൾ പാറ്റേണിൽ നിന്ന് മാറിയിട്ട് എത്രത്തോളം ഈ സിനിമയ്ക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു. ഈ 3 ഫാക്ടേഴ്സിൽ ജംപ് സ്കെയർസിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്വിസ്റ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ മൂവി അത്രയും ടോപ്പിൽ ഞാൻ വയ്ക്കും. കാരണം ആ 2 കാര്യത്തിൽ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ പറയാം. ജംപ് സ്കെയർസിൻ്റെ കേസിലാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഹാസ് എ ലോട്ട് ഓഫ് സ്കെയറി സീൻസ്. ഞാൻ പലപ്പോഴും സീറ്റിൽ നിന്ന് അലറി വിളിക്കുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. അത്രയധികം സ്കെയറി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സെക്കൻഡ് ഹാഫിൽ സ്കെയറി അല്ല അത്രത്തോളം, പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം അടിപൊളി തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് പടത്തിൽ കിട്ടുന്നുണ്ട്. അതാണ് ആ ട്വിസ്റ്റിൻ്റെ കേസൊക്കെ വരുമ്പോഴും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ലൈക്ക് ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോൾ അത്യാവശ്യം നല്ല തിയേറ്ററിക്കൽ മൊമെൻറ്റ്സ് തന്നെ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു തിയേറ്ററിക് വാച്ചായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ പ്ലോട്ടിൻ്റെ കേസാണെങ്കിൽ ഒരു ബേസിക് പ്ലോട്ടാണ് ഈ പടത്തിനുള്ളത്. പക്ഷേ ഒരിക്കലും മോശം പറയത്തക്ക രീതിയിലുള്ളൊരു പ്ലോട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം വിത്ത് ട്വിസ്റ്റൊക്കെ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ചില സ്റ്റഫ് ഉണ്ട് ഈ പടത്തിൽ വരുന്നത്, അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്യുവർലി തിയേറ്ററിക്കൽ സ്റ്റഫാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ വാച്ച് ഐ വുഡ് സേ ഇറ്റ്സ് എ മസ്റ്റ് എന്നെനിക്ക് തോന്നിയ ഒരു മൂവിയാണ് ഇത്. ആക്ടിങ് ആണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ അടിപൊളിയായിട്ട് തന്നെ ആക്ട് ചെയ്തിട്ടുണ്ട്. ബീറ്റ് പ്രണവ് മോഹൻലാൽ, ബാക്കിയുള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സ് ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. വേറൊരു സാധനം എടുത്തു പറയേണ്ടത് മ്യൂസിക്കാണ്. കാരണം ഇതിന് അത്രയധികം പടത്തെ പിടിച്ചു നിർത്തിയ ഒരു സാധനം മ്യൂസിക്കാണ്. പിന്നെ മേക്കിംഗ് അറിയാമല്ലോ, രാഹുൽ സദാശിവനാണ്. ഇതൊരു രാഹുൽ സദാശിവൻ മൂവി എന്ന് തന്നെ പറയാം. ആ ഒരു ടൈപ്പും പടം തന്നെയാണിത്. സോ ആസ് എ ഓവറോൾ ഐ വുഡ് സേ ദിസ് ഈസ് എ മസ്റ്റ് വാച്ച്. ഹൊറർ ജോണറിലെ ഒരു ബെഞ്ച് മാർക്ക് എന്ന് എനിക്ക് തോന്നിയ ഒരു മൂവിയാണിത്. ഐ വുഡ് സേ ഹിസ് ബെസ്റ്റ് വർക്ക്, ദ ഡയറക്ടേഴ്സ് ബെസ്റ്റ് വർക്ക് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സ്കെയറി മൂവീസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഗോ ഫോർ ഇറ്റ്. ഇറ്റ്സ് എ മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. അല്ലാത്തവർ അലറി വിളിക്കാൻ വേണ്ടി പോയി നോക്കുക.